കേട്ടത് ഓർക്കുമല്ലോ. എങ്ങനെയാ കർത്താവിനെ സ്തുതിക്കേണ്ടത്? നമുക്ക് ഒരു ശബ്ദത്തിൽ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം, വിശേഷാൽ എനിക്ക് വേണം. This morning we need your prayer, especially Pastor needs your prayers. ഒരു ഭയങ്കര സ്പിരിച്വൽ ഒപ്രഷൻ ഇന്നലെ ഹോൾ നൈറ്റ് അനുഭവിക്കാനിടയായി. I have experienced a spiritual oppression all night last night. വേണമെങ്കിൽ പറയാം, അക്ഷരികമായിട്ട് ഒരു പോള കണ്ണടയ്ക്കുവാൻ കഴിയാതെ പോലെ. Literally I could say that I did not even sleep one bit. അങ്ങനെയുള്ള ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ഉണ്ടായിട്ടല്ല. It's not because of any tension or stress that I'm enduring. അപ്പോഴേ എനിക്കറിയായിരുന്നു, ഒരു കാരണമില്ലാതെ എനിക്ക് ഉറക്കം വരുന്നില്ല എങ്കിൽ അതിനെന്തോ കാരണം, പിമ്പിൽ വേറെ എന്തോ ശക്തിയുണ്ട്. I knew if I'm not able to sleep, there is a power, there's a darkness behind that. അതിനെയാണ് ഞാൻ ഈ സ്പിരിച്വൽ ഒപ്രഷൻ എന്നൊക്കെ, നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട്. I don't know how many of you believe that. I do believe in the spiritual oppression. കാരണം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. Because the devil does not like many of the things we are involved in. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ഔട്ട്റീച്ചുകളും മിഷനും കാര്യങ്ങളും ഒന്നും പിശാചിന് ഇഷ്ടമുള്ള കാര്യമല്ല. Because devil does not like the fasting and prayer and the outreach and the mission that we are involved in. ഇന്നലെയും നമ്മുടെ ഔട്ട്റീച്ച്, ലോക്കൽ ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് സോ മെനി കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് കെയിം. ഒരുപാട് പേര് വന്നു, കർത്താവിൻ്റെ വചനം കേട്ടു, യേശുവിൻ്റെ നാമം കേട്ടു. വലിയ അനുഗ്രഹിക്കപ്പെട്ട സമയമായിരുന്നു. Yesterday also we had a blessed time because the community was here and the many people who have heard the name of Jesus and they were blessed yesterday. ഞാൻ എല്ലാവർക്കും ഒരു മുന്നറിയിപ്പായിട്ട് പറയാം. And I want to give this as a warning to all of you. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ശത്രു പല കാര്യവും ചെയ്യാൻ ശ്രമിക്കും. But during these type of events, the enemy tried to destroy. നമ്മൾ വളരെ വളരെ കോഷ്യസ് ആയിരിക്കണം. We need to be very careful. വളരെ പ്രാർത്ഥിക്കണം. We need to be in much prayer. വിശേഷാൽ ശുശ്രൂഷകളുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരെ ഓർത്ത് നിങ്ങൾ ദയവായിട്ട് വളരെ പ്രാർത്ഥിക്കണം. Especially those who are leading the ministry, involved in the ministry, I ask you to please pray for them. കഴിഞ്ഞ സൺഡേയിലെ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, യേശു തന്നെ ചോദിച്ചു വാങ്ങിയത് എനിക്ക് ദാഹത്തിന് ദാഹജലം എങ്കിൽ നമുക്കൊക്കെ, അപ്പോസ്തലനായ പൗലോസ് ആളുകളുടെ വിശ്വാസികളുടെ പ്രാർത്ഥന ചോദിച്ചു വാങ്ങിയെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് എത്രയധികം ആവശ്യമാണ്. And just like I reminded you last week, even Jesus himself asked for water when he was thirsty. Apostle Paul in many instances asked the believers to support him in prayer. So how much more humble people like us need your prayer. So ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമേ. So I ask all of you who are seated here, please pray for us. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു. And so today our text is 1 Corinthians chapter 15 verse 12 through 22. അത് മുഴുവൻ ഇപ്പോൾ വായിക്കുന്നില്ല, അതാത് സമയങ്ങളിൽ നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. We're not going to read all that text, but appropriately we will read that. Living with the power of resurrection, പുനരുത്ഥാനത്തിന്റെ ഉയർപ്പിന്റെ ശക്തിയോടെ ജീവിക്കുക എന്നുള്ളതാ ഇന്നത്തെ ചെറിയ ടോപ്പിക്കായിട്ട് എടുത്തു. So today's topic is living with the power of resurrection. 1865 എബ്രഹാം ലിങ്കൻ കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം, ചരിത്രത്തിൽ നമ്മൾ വായിച്ചു. From the history we know, Abraham Lincoln, president, was killed in 1865. എബ്രഹാം ലിങ്കന്റെ ശരീരത്തെ അവർ എംബാം ചെയ്തു. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എംബാമിങ് ആയിരുന്നു. എന്നിട്ട് മില്യൺസ് അദ്ദേഹത്തിൻ്റെ ബോഡി, മൃതശരീരം കാണുവാൻ തക്കവണ്ണം ഒരു പദ്ധതി ഒരുക്കി. 13 ദിവസത്തെ ഒരു ട്രെയിൻ ജേർണിയിലൂടെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം മില്യൺസ് ഓഫ് പീപ്പിൾ കാണുവാനിടയായി. After he was assassinated, his body was embalmed through a train journey. Millions of people throughout the United States watched his body. അതിനുശേഷം ലിങ്കന്റെ മൃതശരീരം മറവ് ചെയ്ത സ്ഥാനത്ത് നിന്ന് 17 പ്രാവശ്യം ആ ശരീരം മാറ്റി എടുത്ത് തുറന്നു നോക്കി, പിന്നെയും മറവ് ചെയ്ത്, തുറന്നു നോക്കി, പിന്നെയും മറവ് ചെയ്ത്, സ്ഥലങ്ങൾ മാറ്റി ഒക്കെ മറവ് ചെയ്യേണ്ടി വന്നു. After that his body was exhumed and moved 17 times from one location to the other throughout.
36 വർഷത്തിന് ശേഷമാണ് ഒരു സ്ഥിരമായ ഒരു സ്ഥലത്ത് ലിങ്കന്റെ ഡെഡ് ബോഡി മറവ് ചെയ്തത്. After 36 long years his body was buried on a permanent location. അത് 1901 That was in 1901. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ശ്രുതികൾ ഉണ്ട്, ശരീരം അവിടെ ഇല്ല, ആരോ കൊണ്ടുപോയി ശരീരം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്ന്. And throughout this time there was conspiracy that his body was not there. People took his body away. All these conspiracy theories were propagating. വിശേഷാൽ ലിങ്കന്റെ ശരീരം അവിടെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയിട്ട് അതിനെ വെച്ചുകൊണ്ട് വിലപേശി റാൻസം എമൗണ്ട് മേടിക്കാനായിട്ട് ഒരുങ്ങിയ ആളുകളുണ്ട് എന്ന് വായിച്ചു. So even it was read that people were bargaining for his body and they were trying to take money from others by using this as a bargaining chip. അവസാനം 1901 ഫൈനൽ ആയിട്ട് അത് ആ ബോഡി റെസ്റ്റ് ചെയ്തപ്പം മറവ് ചെയ്തപ്പോൾ 2 ടൺ കോൺക്രീറ്റ് അടിയിലായിട്ടാണ് ആ ശരീരം മറവ് ചെയ്തത്. After finally his body was buried in 1901, they used 2 tons of concrete and he was buried underneath so he won't be exhumed. അവസാനമായിട്ട് ഈ കാസ്കറ്റ് മൂടുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ മകനെ ഒരു വട്ടം കൂടെ ആ ശരീരം കാണിച്ചു. And his son was called and showed him the body one more time. His casket was finally closed. ഇത് ലിങ്കന്റെ ശരീരം തന്നെയാണോ എന്നറിയാനായിട്ടായിരുന്നു. And they just wanted to make sure it was his father's dead body. അപ്പോൾ ഓരോ പ്രാവശ്യവും എബ്രഹാം ലിങ്കന്റെ ശരീരം അവിടെ ഇല്ല 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 എന്ന് പറഞ്ഞു, അവിടെ തന്നെ കണ്ടെത്തി. And so every time there was a rumor his body wasn't there, finally every time the body was there. എന്നാൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൂതൻ വിളിച്ചു പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല. Almost 2000 years ago an angel called out and said he is not here. അവൻ അരുളി ചെയ്തതുപോലെ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. Just like he said, he resurrected. ഹല്ലേലൂയ. Hallelujah. ഇത് യേശു കർത്താവിന് മാത്രം ക്ലെയിം ചെയ്യാവുന്നതാണ്. This is only Jesus Christ himself. ലോകത്തിൽ അനേക മഹാന്മാരായിട്ടുള്ള ആളുകൾ ജീവിച്ചിട്ടുണ്ട്. നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രസിഡന്റുമാർ, റൂളേഴ്സ്, ഫിലോസഫേഴ്സ് എല്ലാം ജീവിച്ചിട്ടുണ്ട്. There are great men throughout the history, that great philosophers, great kings, great rulers, but none of can claim this. എന്നാൽ എൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്, അതിനെ തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു ഒരുവൻ മാത്രമേ ഉള്ളൂ. There is only one who said, I give my life, but I also take my life back. There is only one who can claim അവൻ that. അതുപോലെ തന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. Just like he said, he rose again on the 3rd day. കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന കല്ലറയെ ഭദ്രമാക്കി സൂക്ഷിക്കേണ്ടതിന് മുദ്ര വെച്ചിരുന്ന ആ കല്ല് അത് നീക്കിക്കളഞ്ഞു. And the stone that was placed in front of his tomb was sealed by the Roman government, that was rolled away. അവന് വേണ്ടിയല്ല കല്ലറയുടെ കല്ല് മാറ്റിയത്. And for him that was not moved. ആ കല്ലറയുടെ കല്ല് മാറ്റിയത് നമുക്കൊക്കെ വേണ്ടിയായിരുന്നു. And that stone was rolled away for you and I. മറ്റുള്ളവർക്ക് പോയി അകത്ത് കയറി അത് കണ്ട് മനസ്സിലാക്കാനും വിശ്വസിക്കാനുമായിട്ടായി. So for others to go inside the tomb and understand this tomb is still empty. യേശു കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ഇന്നിവിടെ നമുക്ക് ഈ കൂടിവരവുള്ളത്, ഈ സഭയുള്ളത്. And that's why we have the church and this gathering here this morning, because he rose again on the 3rd day. 300-ലധികം ദൈവത്തിന്റെ വചനങ്ങൾ പുതിയ നിയമത്തിൽ തന്നെ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ചുണ്ട്. There are 300 mentions of scriptures in the New Testament alone about his resurrection. ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ അത് യേശുവിന്റെ ഉയർപ്പാണെന്ന് പറയേണ്ടി വരും. If you are asked the most prominent miracle in Christianity, it has to be the resurrection. യേശു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അഥവാ അതിന്റെ പഠിപ്പിക്കലുകൾ, സിദ്ധാന്തങ്ങൾ എല്ലാം ഒരു കെട്ടുകഥയായിട്ട് അവശേഷിക്കുമായിരുന്നു. And if Jesus has not resurrected and he is now still living in the Father's right hand, all these stories will be just mythical stories. ജോസിഫസിനെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് പറയുന്ന റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ ബെസ്റ്റ് അറ്റസ്റ്റഡ് ഫാക്ട് ഇൻ ഹിസ്റ്ററി. ജോസിഫസ് എന്ന് പറയുന്ന ആള് പറയുന്നത് യേശുവിന്റെ ഉയർപ്പാണ് ഹിസ്റ്റോറിക്കൽ
കാര്യങ്ങളിൽ ഏറ്റവും prominent ആയിട്ടുള്ളതാണ്. യേശു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? What would have happened? Jesus was not resurrected. മരണം എന്നത് നമ്മുടെ ഫൈനൽ വേർഡ് ആകുമായിരുന്നു. Death would have been our final destiny. നമുക്ക് ഒരു പ്രത്യാശയ്ക്ക് വക There ഉണ്ടാവുകയില്ലായിരുന്നു. was no reason for hope. നമ്മൾ പാപത്തിന്റെ പിടിയിൽ ഇപ്പോഴും കരാളഹസ്തങ്ങളിൽ ഇപ്പോഴും കിടക്കുമായിരുന്നു. We would be still in the grips of sin forever. കല്ലറ എന്ന് പറയുന്നത് നമ്മുടെ അവസാനമാകുമായിരുന്നു. And the tomb or the burial place would have been our last place. എന്നാൽ ഉയർപ്പോടെ, യേശുവിന്റെ ഉയർപ്പോടെ എല്ലാം മാറി മറിഞ്ഞു. But because of the resurrection of Christ, everything has been changed. വെള്ളിയാഴ്ച ഒരു പരാജയമായിട്ട് തോന്നി. Friday maybe seemed like a failure. ലോകത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് വന്നു എന്ന് പറയുന്ന ദൈവപുത്രൻ ഇതാ ക്രൂശിൽ കിടക്കുന്നു. Here is the man who came to redeem the world, but he is hung on the cross. എല്ലാവരാലും ത്യജിക്കപ്പെട്ട്, തിരസ്കരിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അടിയേറ്റ്, അവശനായി, രക്തം ചൊരിഞ്ഞ് ക്രൂശിൽ കിടക്കുന്ന യേശു. Here is Jesus who claimed and is ridiculed and bitten and spitten and made a mockery out of everyone. വെള്ളിയാഴ്ച ഒരു പരാജയമായിട്ട് തോന്നി കാണും അല്ലേ? Friday may have felt like a failure. ശനിയാഴ്ച വലിയൊരു സൈലൻസ് ആയിരുന്നു. And Saturday was a big silence. പക്ഷെ സൺഡേ ജയത്തിന്റെ ഘോഷമായിരുന്നു. But Sunday was the day of praise and worship. പരാജയമെന്ന് ലോകം കരുതിയത്, When the world considered a failure, ലോകം ഭോഷത്വമെന്ന് കരുതിയത്, the world considered foolishness. അതിനെ ജയത്തിന്റെ മുഖാന്തരമാക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. But our God is able to make that a reason for our victory in the days. ഹല്ലേലൂയ. Hallelujah. അപ്പം യേശുവിന്റെ ഉയർപ്പെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാസ്റ്റ് ഇവന്റ് മാത്രമല്ല, ഭൂതകാലത്തിൽ എന്നോ നടന്ന ഒരു സംഭവം മാത്രമല്ല. So the resurrection is not a story that happened in the past. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ആകത്തുകയാണ്. It is the whole sum of our faith. അത് നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരമാണ്. It is the anchor of our faith. അതാണ് നമ്മെ ഇന്ന് ഒരു ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. That is what enables us to live a transformed life on a daily basis. ഉയർപ്പുണ്ടായില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നതെല്ലാം വെറും മിഥ്യാധാരണകൾ And മാത്രമാണ്. if the resurrection did not happen, all the things that we believe are foolish. എന്നാൽ യഥാർത്ഥത്തിൽ ഉയർപ്പ് നടന്നിട്ടുണ്ടെങ്കിലോ, If that resurrection truly happened, എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാകണം അല്ലേ? everything needs to be നമ്മൾ transformed. ജീവിക്കുന്ന രീതിക്ക് വ്യത്യാസം Our ഉണ്ടാകണം. lifestyle should be changed. നമ്മുടെ ഇടപാടുകൾക്ക് വ്യത്യാസം Our ഉണ്ടാകണം. actions should be different. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ So വ്യത്യസ്തമാകണം. our giving and receiving should be different. നമ്മൾ ചെയ്യുന്നതിനെല്ലാം വ്യത്യാസം ഉണ്ടാകണം. കാരണം യേശു ഉയർത്തെഴുന്നേറ്റു. And everything that we do must be distinct and different because Jesus rose again. ഞാൻ വളരെ പെട്ടെന്ന് 3-4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ So അവസാനിപ്പിക്കും. I want to give you a few more things and conclude. 1 കൊരിന്ത്യർ 15:12 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. So our text is 1 Corinthians chapter 15 verse 12 to 22. ആദ്യമായിട്ട് നമ്മൾ 12 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. We're going to read from 12 through 14. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. But if it is preached that Christ has been raised from the dead, how can some of you say that there is no resurrection of the dead? If there is no resurrection of the dead, that not even Christ has been raised. And if the Christ has not been raised, our preaching is useless, and so is our faith. സോ യേശുവിൻ്റെ ഉയർപ്പ്, അവൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിൻ്റെ ആകത്തുകയാണ്, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ്. And the resurrection of Christ is the foundation and the whole sum of our faith. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥമാ. Apostle Paul said, if Jesus has not been resurrected, my preaching is in vain. ഞങ്ങള് പ്രസംഗിക്കുന്ന സുവിശേഷം And the gospel that we preach is in vain. അതുപോലെ തന്നെ പാപങ്ങളിൽ ജീവിച്ചവർ, മരിച്ചവർ, അവരുടെ പാപത്തിൽ നശിച്ചുപോയി, അവർക്ക് യാതൊരു ആശയ്ക്കും വകയില്ല. And those who lived in sin, they are perished in their sin, there is no hope for അപ്പൊ them. എല്ലാം യേശുവിന്റെ ഉയർപ്പിൽ അടിസ്ഥാനപ്പെട്ടതാണ്. Because everything is founded on the fact that Jesus ഇതൊരു resurrected. ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ പോലെയാ. Just like the foundation of a building. സ്ട്രക്ചറൊക്കെ മനോഹരമായിട്ട് കണ്ടേക്കാം. And all the structure may look beautiful. സൂപ്പർ സ്ട്രക്ചറും ഒക്കെ നല്ല മനോഹരമായിട്ട് ഇങ്ങനെ നിപ്പുണ്ട്. The superstructure may be looking beautiful. പക്ഷേ ഫൗണ്ടേഷൻ ക്രാക്ക് തുടങ്ങിയാലോ, ക്രാക്ക് ആകാൻ തുടങ്ങിയാലോ, So what happens if the foundation is cracked?
ഞങ്ങൾ ടെക്സസിലായിരുന്നു പറയാം, അവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾക്ക് ഫൗണ്ടേഷൻ പ്രോബ്ലം ഉണ്ട്. When I was in Texas, many buildings had foundation cracks. ഒത്തിരി അടുത്ത് കാണും, ബട്ട് ഞാൻ സ്പെഷ്യലി നോട്ടീസ് ചെയ്ത സ്ഥലമാണ് പറഞ്ഞു. And many places may have it, but I've noticed in some places. ഒരിക്കൽ ഫൗണ്ടേഷന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ വീട് വാങ്ങാൻ തന്നെ ആളുകളില്ല. So if somebody says there's a foundation problem for a building, nobody will purchase that building. അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് യേശുവിന്റെ ഉയർപ്പാണെന്ന് മനസ്സിലാക്കി. So you also need to understand our foundation or that we are founded on is the resurrection of Christ. യേശുവിന്റെ ഉയർപ്പിലുള്ള ധൈര്യവും വിശ്വാസവും നമുക്കില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം തകർന്നുകൊണ്ടേയിരിക്കും. If you don't have the hope and the strength in the foundation that Jesus is resurrected, your life will be in shackles. യേശുവിന്റെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, if you don't believe in the resurrection of Christ, നമ്മുടെ ആരാധന വ്യർത്ഥമാണ്. and our worship is useless. നമ്മുടെ ആശ ഒരർത്ഥമില്ലാത്തത്, പ്രത്യാശ അർത്ഥമില്ലാത്തത്. Our hope would be meaningless. നമ്മുടെ പാപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുക, പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടില്ല. Our sins will continue to haunt us and we will continue to live in എന്നാൽ our യേശു ഉയർത്തെഴുന്നേറ്റുവെങ്കിലോ, but if Jesus is resurrected, എല്ലാം വ്യത്യസ്തമാവുകയാണ്. everything is different. നിങ്ങളിൽ ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവരിൽ എത്ര പേർക്ക് ധൈര്യമുണ്ട്? യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ശക്തമായ വിശ്വാസമുണ്ടോ? ഉള്ളതുകൊണ്ട് ഞാൻ ഇതാ എൻ്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ സംഭവിച്ചു. How many of you can claim that my life is different because I believe in the resurrection of Christ? ഇന്ന് അതിനെ ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ലഭിക്കുക. This is another opportunity we can proclaim that boldly. യേശു ഉയർത്തെഴുന്നേറ്റു. Jesus has risen. അവന്റെ കല്ലറ ശൂന്യമായി കിടക്കുന്നു. His tomb is empty. അത് വിളിച്ചു പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല. That tomb is declaring that he is not here. ഹല്ലേലൂയ. Hallelujah. അത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനശിലയാണെന്ന് മാത്രമല്ല, നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം കൂടെയാണ്. But it is not only the foundation of our faith, but it is also the anchor of the hope of our anchor. 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അതാ നമ്മൾ വായിക്കുന്നത്. And that is why we read from 15 through 19. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. For more than that, we are then found to be false witness about God, for we have testified about God that he raised Christ from the dead, but he did not raise him if in fact the dead are not raised. For if the dead are not raised, then the Christ has not been raised either. And if Christ has not been raised, your faith is futile. You are still in your sins. യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നതിന് ആദ്യം മുതലേ പിശാചെതിരായിരുന്നു. So from the beginning, Satan did not want us to believe Jesus was. എന്തെല്ലാം സ്റ്റോറീസ് അവർ കുക്കപ്പ് ചെയ്ത് യേശുവിന്റെ ഉയർപ്പിനെ ഖണ്ഡിക്കാനായിട്ടും അത് നടന്നിട്ടില്ല എന്ന് പറയാൻ. People cooked up all kinds of stories to reject the resurrection of Christ. അവര് പറഞ്ഞു, ഇങ്ങനെ പടയാളികൾക്ക് പൈസ കൊടുത്ത് അവര് ആ ശരീരം മോഷ്ടിച്ചോണ്ട് പോയത്, അവരുറങ്ങുമ്പോൾ മോഷ്ടിച്ചോണ്ട് They made stories that the soldiers were paid to take away his body from the tomb. അപ്പോൾ യേശുവിന്റെ ഉയർപ്പെന്ന് പറയുന്ന വെറും ഒരു കെട്ടുകഥയാണെന്ന് പറയുന്ന ഒരുപാട് പേർ ആരംഭം മുതലേ ഉണ്ട്. There were people from the beginning that the resurrection of Christ is a mythological story. I don't know ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know any of you would say that. ഉറക്കെ നമുക്ക് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. There is something we need to repeatedly claim. നമ്മൾ ശക്തമായിട്ട് വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. There is something that we very strongly believe. യേശു ഉയർത്തെഴുന്നേറ്റു. Our Jesus has resurrected. നമ്മുടെ വിശ്വാസം അതിൽ ആധാരിതമായിരിക്കുകയാണ്. And our faith is founded on that fact. യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ forgiveness എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. If Jesus has not resurrected, our forgiveness is നമ്മൾ ഇന്നും നമ്മുടെ പാപങ്ങളിൽ ഇരിക്കുക. അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. That's what Paul says, that you're still living in your യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ള ധൈര്യം നമുക്കില്ല. If Jesus has not resurrected, there is no hope for a life after this life. യേശുവിനെ പിതാവ് ഉയർപ്പിച്ച് തന്നെ ആത്മാവ് കൊണ്ട് ഉയർപ്പിച്ച് അവനെ നമ്മുടെ മുമ്പിൽ ഒരു മോഡലാക്കി നിർത്തിയിരിക്കുക. Jesus has been raised by the Father and kept as an example or a model in front of us. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്. When you see the resurrected Christ, there is a hope we have.
തന്റെ ആത്മാവിനെ അവനെ ഉയർപ്പിച്ചവൻ അതേ ആത്മാവിനെ നമുക്കും തന്നിരിക്കുക. Because the same spirit that resurrected Christ, he has given us the same spirit. നമ്മെയും തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപപ്പെടുത്തുവാനായിട്ട് അവൻ ഉയർപ്പിക്കുവാൻ പോവുകയാണ്. And he is going to resurrect our earthly bodies one day, just like he has resurrected ആ Christ. വിശ്വാസമില്ലാതെ നമ്മുടെ വിശ്വാസം വെറും If you don't അടിസ്ഥാനമില്ലാത്തതാണ്. believe that any of that, then your faith is futile. ഇന്ന് രാവിലെ നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ If you have that faith this morning, മരണമല്ല നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ സ്റ്റോറി എന്ന് പറയുന്നത്. then death is not the end of our story. അത് ഒരു കവാടം മാത്രമായിട്ട് നമ്മൾ കാണും. Then death is only an entrance to the next life. ഇതിനപ്പുറത്തൊരു ജീവനുണ്ടെന്നുള്ള ധൈര്യം നമുക്കുണ്ടാകും. And we should have a hope and understanding there is a life. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ നമുക്കും വിളിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടാകും. Just like Apostle Paul said that we should boldly claim, മരണമേ നിന്റെ വിഷം എവിടെ? "Oh death, where is your sting? പാതാളമേ നിന്റെ ജയം എവിടെ?" Oh hell, where is your victory?" നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God because of our Lord Jesus Christ. യേശുവിന്റെ ഉയർപ്പെന്ന് പറയുന്നത് നമുക്കൊരു അൺഷേക്കബിൾ ആയിട്ടുള്ള ഹോപ്പ് തരികയാണ്. So the resurrection of Christ gives us an unshakable hope. ഇതൊരു വിഷ്ഫുൾ തിങ്കിങ് അല്ല, വെറും ഒരു ആശയല്ല, ഒരു ചിന്ത It is മാത്രമല്ല. not only a wishful thinking, ഇതൊരു ലിവിങ് റിയാലിറ്റി. it is a living reality. മൂന്നാമതൊരു കാര്യം കൂടെ പറയട്ടെ. So third thing, 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 22. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തനും താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കൽ. But Christ has indeed been raised from the dead, the first fruit of those who have fallen asleep. For since death came through man, a resurrection of the dead come also through a man. For as in Adam all die, so in Christ all will be made alive. ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുന്നു. As a first fruit, Jesus was resurrected. ഇന്നലെ ഔട്ട്റീച്ചിന്റെ സമയത്ത് സ്റ്റീവി പ്രസംഗിച്ചപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. And Stevie mentioned an example as he was talking in the outreach. ജോന കൊണ്ട് പ്ലാന്റ് ചെയ്ത സീഡ്സ്, The seeds Joanna planted, അതിൽ നിന്ന് ഒരു പ്ലാന്റിൽ ഒരു സ്പ്രൗട്ടിങ്ങിന് ഉണ്ടായി വന്നപ്പം when one of those seeds sprouted, അതിന്റെ ഒരു ധൈര്യമായിരുന്നു മറ്റ് സീഡ്സും ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്യും, അതിൽ നിന്നും ജെർമിനേറ്റ് ചെയ്യും and she had the confidence that other seeds will also germinate. എന്ന് പറയുന്ന പോലെയാണ് ആദ്യ ഫലമായിട്ട് ഇതാ ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുക. And just like that, the first fruit that Christ is put in front of us. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഓരോരുത്തനും താൻ്റെ നിരയിൽ അത്രേ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. So those who are first resurrected Jesus, but everyone from then on will be resurrected. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Hallelujah. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. And the first man was created from the earth with the dirt, but the second man is from heaven. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. And those who are from the earth, they will be just like them. Just those who are from heaven, they will be like him. ഇന്ന് രാവിലെ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ As we are thinking about the resurrection of Christ, നമുക്ക് എന്താണ് സാധിക്കുന്നത്? so what is possible for us? ഒന്ന്, നമ്മുടെ വിശ്വാസം ശക്തമാവുകയാണ്. One thing is that our faith is strengthened. യേശുവിനെ ഉയർപ്പിച്ചുവെങ്കിൽ എന്നെയും അവൻ തന്റെ ആത്മാവ് കൊണ്ട് If ഉയർപ്പിക്കും. the Spirit of God resurrected Jesus, by that same Spirit I will be ഇന്ന് resurrected. രാവിലെ ദൈവവചന പഠന സമയത്ത് നമ്മൾ കേട്ടതുപോലെ As we have heard in the Bible study this പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും even though the external man is അകമേയുള്ള deteriorating, മനുഷ്യൻ നാൾക്ക് നാൾ ബലപ്പെടുന്നു. but the inside man is strengthened. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ And our earthly body will be perished. കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് There അറിയുന്നു. is a building in heaven that is a gift from God. കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകുന്നുള്ള ചിന്തയിൽ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും You അല്ലേ? are thinking about this earthly body that will one day perish. ശരീരത്തിന്റെ ക്ഷീണങ്ങളും മസിലിന്റെ പെയിനും നടക്കാൻ മേലാത്തതും രോഗങ്ങളും എല്ലാം ബാധിച്ച്
ഭൗമ ഭവനം അഴിയാറായോ എന്നുള്ള ചിന്തയിലിരിക്കുന്ന എത്ര പേരുണ്ട്? How many of you are concerned about your body, that you have aches and pains and you think it is deteriorating day by day? എന്നാൽ ദൈവത്തിന്റെ വചനം മരണത്തിന്മേലുള്ള ജയത്തെ കുറിച്ച് പറയുന്നുണ്ട്. But the word of God gives us victory over death. നമ്മുടെ ഈ ശരീരം, നമ്മൾ വസിക്കുന്ന ശരീരം താൽക്കാലികമാണെങ്കിലും Even though the body that we are in is a temporary tent, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട്. there is a power that transforms us. യേശുവിനെ ഉയർപ്പിച്ചതുപോലെ Just like Jesus has been resurrected, നമ്മെയും അവൻ ഉയർപ്പിക്കുമെന്നുള്ള വലിയ വിശ്വാസം നമുക്ക് there is a തന്നിരിക്കുക. great hope that he will resurrect us also one day. അതാ പറയുന്നത്, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെയും പ്രതിമ ധരിക്കും. Just like we are taken on the shape of a human body, that we will also be transformed like in a നമ്മൾ heavenly. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ച് കുറേ നാൾ ജീവിച്ചതാ. We have lived in a carnal life. ഇപ്പോഴത്തെ ആഗ്രഹം എന്തിനു വേണ്ടിയാ? So what is the desire that we have? സ്വർഗീയന്റെ പ്രതിമ ധരിക്കണം. And we want to be resembling according to the heavenly. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. And we are waiting for that. അതിനുവേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? How many of you are waiting patiently for that? അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാ പറയുന്നു. 1-ാം ലേഖനം, Apostle John first book, he says, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ അവകാശം നമുക്ക് നൽകിയിരിക്കുക. God has given us great love that we are called the children of God. നാം എന്താകുമെന്ന് നാം ഇപ്പോഴറിയുന്നില്ല. We do not know what we will be. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം. But one thing we know. അവിടെ യോഹന്നാൻ പറയുക, അവൻ വരുമ്പോൾ, മടങ്ങി വരുമ്പോൾ, And John says that when he come back, അവനെ താൻ ഇരിക്കും പോലെ നാം കാണുന്നതാകൊണ്ട് just like we see him as he is, നാം അവനോട് സദൃശന്മാരാകും. we will be assimilated like just like him. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം, Those who put their hope and trust in ഇന്ന് him. രാവിലെ എത്ര പേരാ അവനിൽ ഈ How പ്രത്യാശയുള്ളവരായിട്ട് many of ഇവിടെ you have ഇരിക്കും? that hope and trust in him? കർത്താവ് മടങ്ങി വരുമെന്ന്, And that he will come back അവനെ again. താൻ ഇരിക്കും പോലെ തേജസ്സോടെ You കാണുമെന്നതുകൊണ്ട് will see him just as he is in his glory. നാം അവനോട് സദൃശന്മാരാകുമെന്ന്. And we will resemble him just like he is. ഹല്ലേലൂയ. Hallelujah. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും നമ്മൾ ധരിക്കാൻ Just പോകും. like we resemble the earthly man, we will be assimilated and resemble our heavenly Father. ഹല്ലേലൂയ. Amen. ഇന്ന് അതുകൊണ്ട് നമ്മൾ എന്തുവാ വളരെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ So I want to give you one more thing that we must always constantly remember. ഈ റിസറക്ഷൻ പവർ എന്ന് പറയുന്ന, ലിവിങ് വിത്ത് ദ റിസറക്ഷൻ പവർ എന്നുള്ള ടോപ്പിക്ക്, റിസറക്ഷൻ പവർ എന്ന് പറയുന്നത് അതൊരു പ്രസന്റ് റിയാലിറ്റിയും കൂടിയാണ്. And resurrection power is also a present reality. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, In Philippians chapter 3 verse 10, Apostle Paul അവനിൽ says, ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും, 11-ാം വാക്യം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. And in Philippians chapter 3 verse 10 it says that I want to know Christ, yes, to know the power of his resurrection and participation in his suffering, becoming like him in his death, and so somehow attaining the resurrection from the dead. ഇന്നത്തെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നൊരു മിക്സ്ഡ് ലൈഫാണ്. Our life today is a mixed life. ഒരു വശത്ത് സഫറിങ്സും ഉണ്ട്, On one side there is suffering. മറുവശത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു പവറും ഉണ്ട്, ശക്തിയുണ്ട്. On the other side there is the power of the word of God. ഇത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? How many of you understand this നമ്മൾ concept? പ്രാർത്ഥിക്കുന്നത് ശക്തിക്ക് വേണ്ടി മാത്രമാണ്. And oftentimes we pray for power. അങ്ങനെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ We പറ്റത്തില്ല. cannot live like that. നമ്മുടെ ഈ ജീവിതത്തിൽ രാവിലെയും നമ്മൾ ആ ബൈബിൾ സ്റ്റഡി ടൈമിൽ അത് കേട്ടതാണ്. Even in this morning we heard that in the Bible study. ഇത് രണ്ടും കൂടെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുണ്ടായിരിക്കും, മരണം വരെ ഉണ്ടായിരിക്കും. And this suffering and this power will continue to be. ഒരു സൈഡിൽ സഫറിങ്സ് ഉണ്ടായിരിക്കും, On one side there is suffering. മറു സൈഡിൽ നമുക്ക് അനുഭവിപ്പാനായിട്ട് അത് ചെറുത്തു നിൽപ്പാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമുക്ക് നൽകുന്നു. On the other side, God gives us the power of the Holy Spirit to resist that. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത്. And the Paul understood that concept. That's why he said അവന്റെ this. കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയെ എനിക്ക് അനുഭവിച്ചേ മതിയാകുള്ളൂ. I want to be in the suffering of Christ. I have to പക്ഷേ endure. അതോടൊപ്പം പുനരുത്ഥാനത്തിന്റെ ശക്തിയുമുണ്ട്. Along
with that, I have the power of the resurrection. കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന എത്ര പേരുണ്ട് ഇന്ന് ഇവിടെ How many of ഇരിക്കുന്നത്? you are going through difficulties in your job? ചോദ്യങ്ങളുമായിട്ടിരിക്കുന്നവർ, ഞരക്കങ്ങളും തകർച്ചകളുമായിട്ടിരിക്കുന്നവർ. You are broken and you are going through trials and we have questions. എന്നാൽ അതോടൊപ്പം നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യമുണ്ട്. There is something that we praise God for along with that. ആ സഫറിങ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിപ്പാനും ദൈവം നമ്മെ സഹായിക്കുകയാണ്. And God is enabling us as you are going through that suffering and pain to enjoy the power of the resurrection. അതൊരു പ്രസന്റ് റിയാലിറ്റി And that ആക്കണം. is a present reality. ആ ശക്തി മുഴുവൻ ഭാവിയിലേക്ക് വെച്ച് ഇന്ന് സഫറിങ് മാത്രമാക്കാനും പറ്റത്തില്ല. And you cannot store the power for later and continue to be in the സഫറിങ് suffering. ഇല്ലാത്ത ഒരു ജീവിതമാക്കാനും പറ്റത്തില്ല. And you cannot also enjoy a life without ഇത് suffering. രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. Both of things are going to be balanced. പൗലോസിനത് മനസ്സിലായതുകൊണ്ടാണ് ഏറ്റു പറഞ്ഞത്. And Paul knew that, and that's why he confessed. ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്സ്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. And he was talking about the fellowship of നമ്മുടെ suffering. പല വേദനകളും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയാണ്. And many of our suffering is because we are assimilating with ഇന്ന് it. നമ്മൾ അനുഭവിക്കുന്ന പല തകർച്ചകളും ആ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയിൽ കൂടെ ദൈവം നമ്മെ Many of കടത്തിവിടുന്നു. the brokenness that we experience in life is also being part of his suffering. പക്ഷേ അതിന്റെ മധ്യത്തില് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും കൂടെ ദൈവം തരികയും. But along with that, he is giving us the power of his resurrection. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ How കഴിയും? many of you can praise God? നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മെ കർത്താവ് തനിയെ വിടുന്നില്ലല്ലോ. And God is not leaving us alone in നീ our അനുഭവിച്ചോ suffering. നേരിട്ടോ എന്ന് പറഞ്ഞ് നമ്മെ ഉപേക്ഷിച്ച് He is കളയുന്നില്ലല്ലോ. not abandoning us and said, enjoy the suffering. ഈ കഷ്ടങ്ങളുടെ എല്ലാ മധ്യത്തിൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയും കൂടെ നമ്മിൽ വ്യാപരിക്കുന്നുണ്ടല്ലോ. Along with this suffering, we are also enjoying the power of the resurrection. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, There is something we must understand from the ഈ word of God. റിസറക്ഷൻ പവർ എന്ന് പറയുന്ന പേഴ്സണലാ. This resurrection power is personal. അത് എഫേസ്യ ലേഖനത്തിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് In പറയുന്നത്, Ephesians, Apostle Paul mentions that. യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ്, അതിന്റെ ശക്തി. The power that resurrected Jesus from the എഫേസ്യ grave. ലേഖനം 1-ാം 19-20 വാക്യങ്ങളിൽ വായിക്കുന്നു. Ephesians chapter 1 verse 19 and 20. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് നമ്മൾ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. It is the power of the Holy Spirit that can do more than we can ask for. വിശുദ്ധന്മാരുടെ അവകാശത്തിന്റെ മഹിമാ ധനമെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ It പരിശുദ്ധാത്മാവ്. is the power of the Holy Spirit that who understands the depth of the suffering. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദിനംതോറും നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കണം. And the Holy Spirit should constantly change us. നമ്മുടെ ഹൃദയങ്ങളെ മാറ്റി ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കണം. Our hearts should be transformed on a daily നമ്മുടെ basis. മിഷനിലേക്ക് നമ്മെ നടത്തിക്കൊണ്ടിരിക്കണം. He should be leading us to the mission and the final goal. അതാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. And that is the power of the resurrection. സെയിം പവർ ഇന്നും ഉണ്ട് കേട്ടോ. That same power still exists. ഇന്ന് രാവിലെ എത്ര പേര് പറയും എനിക്ക് ആ പുനരുത്ഥാനത്തിന്റെ How many ശക്തി of you will say that I need that power of the resurrection? ഇന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ ഒരു റിലീസ് ഉണ്ടാകുമെന്ന് ഞാൻ I വിശ്വസിക്കുന്നു. truly believe those who are needing that and praying for that, there will be a release of that ഒരുപക്ഷെ power. അനേക ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളതിനെതിരായിട്ട് There may be those bondages in your life that again come against ഈ us. പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ When the power of the resurrection comes upon us, അഡിക്ഷൻസ് മാറിപ്പോകും. the addictions will go ഈ away. പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ As the power of the resurrection comes upon you, ബന്ധനങ്ങൾ അഴിഞ്ഞു നീങ്ങും. the bondages will be broken. പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ When the power of the resurrection comes upon us, രോഗങ്ങൾ സൗഖ്യമാകും. and your sickness will be healed. പുനരുത്ഥാനത്തിന്റെ ശക്തി അവൈലബിൾ ആകട്ടോ. And that power is available to us. കഷ്ടാനുഭവങ്ങൾ മാത്രമായിട്ട് ജീവിക്കണ്ട. And you don't have to live with suffering നമ്മുടെ alone. കഷ്ടങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുന്ന അത്യന്തം വലിയ ശക്തി. There is a great power, the dunamis power that helps us in suffering. ഇന്ന് അതിന്റെ ഒരു റിലീസ് നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകട്ടെ. I pray that the release of that power will be among us നമ്മുടെ today. ജീവിതങ്ങൾ മാറട്ടെ. Our lives will be transformed. നമ്മുടെ വിശ്വാസം ഏറ്റവും ബലവത്താകട്ടെ. Our faith will be strengthened day by day. ദൈവത്തിന്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നവന്റെ മിഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നവർ നാം And ആയിത്തീരട്ടെ. we will be used for the mission of God. നമ്മുടെ കുടുംബങ്ങളെ ദൈവം
പുനഃസ്ഥാപിക്കട്ടെ. He will reestablish our നമ്മുടെ families. ശരീരങ്ങളെ സൗഖ്യമാക്കട്ടെ. Let him heal our bodies. നമ്മുടെ മനസ്സിനെ പുതുതാക്കട്ടെ. He will renew our minds. ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ളതാ. All these things are available in the Spirit of ഇന്ന് God. എത്ര പേര് അത് ഏറ്റെടുക്കാനായിട്ട് How many തങ്ങളെ of തന്നെ you will ഏൽപ്പിക്കും? receive that today? എനിക്ക് റിലീസ് ഒന്ന് വേണം. I need this release. ഞാൻ പലപ്പോഴും ഇതിനെ ഒരു തിയറിറ്റിക്കലായിട്ട് എടുത്തതേ ഉള്ളൂ. Oftentimes I've seen this as theoretical. എന്നാൽ കർത്താവേ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. Lord, I surrender myself. എനിക്ക് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ അനുഭവം ഇന്ന് പകൽക്കാലം. Lord, I want to know the power of the resurrection. കഷ്ടാനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. Even though I'm going through the suffering. എന്നാൽ ഇന്ന് എനിക്ക് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി വേണം. But today I need the power of the resurrection. നമുക്ക് നമ്മുടെ ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത ഭൂതകാലമില്ല കേട്ടോ. There is no past that he can erase. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് അഴിക്കാൻ മേലാത്ത, നീക്കിക്കളയാൻ പറ്റാത്ത ഒരു അഡിക്ഷനുമില്ല. There is no addiction the resurrection power cannot cure. പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ജീവിതവും ഇല്ല. There is no life the resurrection power cannot bring back. ഇന്ന് രാവിലെ ആ ഉയർപ്പിന്റെ ശക്തി നമ്മുടെ ഇടയിൽ ഒന്ന് വ്യാപരിക്കട്ടെ. Let that power transform us this morning. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. Everybody praying for that resurrection ദൈവത്തെ power. മഹത്വപ്പെടുത്തിക്കൊണ്ട് And as you are praising God, ദൈവം നമ്മുടെ മധ്യേ ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുക. I truly believe God wants to do something among us. ഞങ്ങൾ ആരുമല്ലല്ലോ ചെയ്യുന്നത്. We are not doing anything. പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, But as the power of the Holy Spirit is യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കുമ്പോൾ, as the resurrection power is dealing with us this morning. എത്ര പേർക്ക് ഇന്ന് വിശ്വസിക്കുവാൻ കഴിയും വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കും. How many of you believe great things can happen among നമ്മുടെ us? കുടുംബങ്ങളിൽ നടക്കും, In our families, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നടക്കും, in our children, ഭാവിയെ സംബന്ധിച്ച് നടക്കും, regarding our future. നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. Our sickness will be healed. ഇന്നത് യേശുവിന്റെ നാമത്തിൽ നടക്കുവാൻ In the name of Jesus, that will happen today. നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു Let കൊടുക്കാം. us surrender ourselves to the എല്ലാവരും hands of God. കർത്താവിനെ ആരാധിച്ചാട്ടെ. Everybody praying, ഒരു worshiping നിമിഷം God. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Everybody stand on your feet for a moment. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാം. As all of you standing and worshiping God. നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. And I pray that the power of the resurrection will spread among us. യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് The same spirit who resurrected Christ from the dead. ഇന്ന് പകൽക്കാലം ശക്തിയോടെ നമ്മുടെ മധ്യ വ്യാപരിക്കുവാൻ, And that it powerfully manifest among us this morning. നമ്മെ തന്നെ താഴ്ത്തി കരങ്ങളിൽ ഏൽപ്പിച്ചു Let കൊടുക്കാം. us surrender ourselves in the hands of God and submit to Him. ഭാരത്തോടെ നിൽക്കുന്ന ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. I don't know who is standing here with the disturbance. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. The Holy Spirit knows that. നിങ്ങളുടെ ആവശ്യങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ ദൈവം കാണുന്നുണ്ട്. And there is, in your time of need, there is a Holy Spirit of അതിന്റെ മധ്യേ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാം. God. Let us believe that God is going to work in that അത് situation. രോഗസൗഖ്യമായിട്ട് ഇന്ന് വ്യാപരിക്കട്ടെ. And let that be transformed as a healing in your വലിയ body. വിടുതലുകളായിട്ട് ഇന്ന് രാവിലെ Let വ്യാപരിക്കട്ടെ. that be deliverance in your bodies. കണ്ടിട്ടില്ലാത്ത, നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പ്രവർത്തികൾ നടക്കുവാൻ ഇടയാകട്ടെ. The things you have not seen up to this point, let that be happening in your life. നമ്മുടെ തകർച്ചകൾ നീങ്ങട്ടെ. Our brokenness need to be transformed. കുടുംബങ്ങളിൽ ഒരു കെട്ടുപണി നടക്കട്ടെ. In your families, there will be a binding of നമ്മുടെ together. പ്രാർത്ഥനകൾക്കുള്ള മറുപടികൾ വെളിപ്പെടട്ടെ. And our answers to prayers must be revealed this morning. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ In നാമത്തിൽ the name of Jesus, in the name of Jesus. ഇന്ന് രാവിലെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ As the resurrection power will be poured upon നമ്മൾ us. എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ, And as we are worshiping the Lord അവന്റെ together, വലിയ നാമത്തെ ഉയർത്തുമ്പോൾ, and as we lift His name up together, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. hallelujah. ഒരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കുക. We're going to sing a song and worship God. ഹല്ലേലൂയ. Hallelujah.